എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഈ മണി പ്ലാന്റിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എല്ലാവരുടെ വീട്ടിൽ കാണുന്ന ഒരു ചെടിയാണ് മണി പ്ലാന്റ്. സർവ്വസാധാരണമായി നമ്മുടെ വീട്ടിലെല്ലാവരും കാണുന്നത് സാധാരണ കാണുന്ന ഒരു കോമൺ മണി പ്ലാന്റ് ഉണ്ട്. അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തത നിറഞ്ഞൊരു മണി പ്ലാന്റാണ് കേട്ടോ ഇത്. മണി പ്ലാന്റിൻ്റെ പോത്തോസ് എന്നും കൂടി പേരിൽ അറിയപ്പെടുവേ. അപ്പോൾ ഇത് വെരിഗേറ്റഡ് മണി പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പേര് എൻജോയ് പോത്തോസ് എന്നാണ് കേട്ടോ. അപ്പോൾ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് വെരിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച ലീഫിൽ വൈറ്റ് ഷെയ്ഡ് കയറി വന്നിട്ടില്ലേ, അതുകൊണ്ടാണ് കേട്ടോ ഇതിനെ വെരിഗേറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ അറിയണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്ക്, കളിയാക്കാൻ നിൽക്കണ്ട. നമ്മുടെ കൂട്ടത്തിൽ ഇതൊക്കെ അറിയാത്തവരും ഉണ്ടാകും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് കേട്ടോ പറയണത്. പിന്നെ ഈ പോത്തോസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫൊക്കെ വളരെ ചെറുതായിരിക്കും. വളരെ സാധാരണ മണി പ്ലാന്റിൽ നിന്നും ലീഫിനൊക്കെ ഇലയ്ക്കൊക്കെ വലിപ്പം കുറവായിരിക്കും കേട്ടോ ഇതിന്. പിന്നെ വേറൊരു പ്രത്യേകത, സാധാരണ മണി പ്ലാന്റിന് ഒട്ടും സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. സാധാരണ മണി പ്ലാന്റ് നമ്മൾ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞാൽ മതി, നനവുണ്ടെങ്കിൽ അവിടെ കിടന്ന് പടർന്ന് വളരണ ഒരു മണി പ്ലാന്റുകളാണ് സാധാരണ ഉള്ള മണി പ്ലാന്റ്. പക്ഷേ ഈ മണി പ്ലാന്റ് അങ്ങനെയൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഇതിന് അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടിയാലാണ് ഇതിൻ്റെ ഇലയിലൊക്കെ വൈറ്റ് ഷെയ്ഡ് വരുള്ളൂ. ഒന്നല്ലെങ്കിൽ രാവിലെ 9 മണി തുടങ്ങി ഒരു 11 മണി വരെയുള്ള വെയിൽ വേണം, അല്ലെങ്കിൽ വൈകുന്നേരത്തെ വെയിൽ ഇതിന് എന്തായാലും വേണം കേട്ടോ. എന്നാലാണ് ഇത് നന്നായിട്ട് വളരുള്ളൂ. പക്ഷേ നമ്മുടെ കോമൺ മണി പ്ലാന്റിന് ഒട്ടും വെയിലില്ലെങ്കിലും ഒട്ടും സൺലൈറ്റ് അടിച്ചില്ലെങ്കിലും അത് അത്യാവശ്യം ഗ്രോത്തിൽ വരും. പക്ഷേ ഇതിന് അങ്ങനെയല്ല. അതുപോലെ തന്നെ ഇതിന് അത്യാവശ്യം നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ അത്യാവശ്യം ഫെർട്ടിലൈസർ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. ഇനി ഒന്നുമില്ലെങ്കിൽ നമ്മൾ ചട്ടിയിൽ മണ്ണ് നിറയ്ക്കണേക്കാളും മുന്നേ കുറച്ച് കരിയിലയും ചാണകപ്പൊടി ഈ വെരിഗേറ്റഡിന് ആവശ്യമില്ല കേട്ടോ. കുറച്ച് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ കുറച്ച് എല്ലുപൊടിയോ വേപ്പിൻ പിണ്ണാക്കോ ഇതൊക്കെ മിക്സ് ചെയ്ത് നട്ടാലാണ് ഇത് നന്നായി ഗ്രോത്തായിട്ട് വരുള്ളൂ. വളക്കൂറില്ലാത്ത മണ്ണിൽ നട്ടാൽ ഈ ചെടി നന്നായിട്ട് നമുക്ക് വരില്ല കേട്ടോ. ഞാൻ ആദ്യം ഇങ്ങനെ ഈ പോത്തോസ് കൊണ്ടുവന്ന് നട്ടിട്ട് എനിക്ക് നന്നായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ആണ് ഞാനത് അറിഞ്ഞത്. ഞാൻ നട്ടതിൻ്റെ പ്രശ്നവും വെയിലേറിൻ്റെ പ്രശ്നമാണെന്ന് അറിഞ്ഞതോടുകൂടി അതൊക്കെ മാറ്റി നല്ല പോട്ട് മിക്സറിൽ നട്ട്. അതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ നന്നായി കിട്ടിയത്. പിന്നെ ചട്ടിയിൽ നല്ല തിക്കിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഒരു തൈ വെച്ചാൽ പോരാട്ടോ, ഒന്നിലധികം ചെടികളുടെ ഈ ചെടിയുടെ തൈ വെച്ചാലാണ്. തൈ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഇതിൻ്റെ ഓരോ നോടും മുറിച്ച് വയ്ക്കൂലേ, അതാണ് ഉദ്ദേശിച്ചത്. ഓരോ ഇലയുടെ അവിടെ ഓരോ വേര് വരുന്നത് കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ അത് ഒരുപാടെണ്ണം വെച്ചാലാണ് നല്ല തിക്കിൽ വരുള്ളൂ. അല്ലാതെ ഒരു തൈയായിട്ട് വെച്ച് അല്ല ഒരു കഷ്ണം മണി പ്ലാന്റ് വെച്ച് നട്ടിട്ട് നമ്മൾ അയ്യോ ഇതെന്താ തിക്കാവാത്തതെന്ന് വിചാരിച്ചാൽ അങ്ങനെ ആവില്ല കേട്ടോ. ഇത് ശരിക്കും നമ്മൾ ഒരുപാട് എണ്ണം ഒരുമിച്ച് നട്ടാലാണ് ഇതുപോലെ വരുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന പ്ലാന്റ് ഉണ്ടല്ലേ, ഇതിന് വെയിലേറ് വളരെ കുറവാണ്. ഞാനിവിടെ ഡോറിൻ്റെ അടുത്തായിട്ടാണ് ഈ പ്ലാന്റ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൺലൈറ്റിൻ്റെ അഭാവം കൊണ്ടാണ് ഇതിൻ്റെ ലീഫിന് ഈ ഗ്രീൻ കളറ് കൂടുതൽ വന്നേക്കുന്നത്. പിന്നെ ഈ പ്ലാന്റ് അത്യാവശ്യം നട്ടിട്ട് ഇപ്പോൾ കുറച്ച് ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയും കൂടിയും ഒരു കാരണമുണ്ട്. പിന്നെ കണ്ടില്ലേ, സാധാരണ ഇങ്ങനെ വെരിഗേറ്റഡ് മണി പ്ലാന്റിൽ ഇങ്ങനെ ഗ്രീൻ ലീഫോട് കൂടിയും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത് സൺലൈറ്റിൻ്റെ പ്രശ്നമായിട്ടല്ല കേട്ടോ ഇത് വരണത്. അതല്ലാതെ വൈറ്റ് ഷെയ്ഡ് കുറഞ്ഞ് ഗ്രീൻ ഷെയ്ഡ് കൂടുന്നത് സൺലൈറ്റിൻ്റെ പ്രശ്നം തന്നെയാണ്. പിന്നെ നമ്മൾക്ക് ഈ മുട്ടയുടെ തോടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഉണക്കി വെച്ച് നടാൻ നേരത്ത് മുട്ടത്തൊണ്ടൊക്കെ പൊടിച്ചിട്ട് കൊടുക്കുന്നതും നല്ലതാണ് കേട്ടോ മണി പ്ലാന്റിന്. ഇനി അതുപോലെ തന്നെ ഇനി ഒറ്റ വളം കിട്ടാനില്ല, വാങ്ങിക്കാനില്ല. ഒരു വിധത്തിലും നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ വളം ഇല്ലെങ്കിൽ നമുക്കൊരു പണി ചെയ്യാം. കഞ്ഞിവെള്ളമൊക്കെ എടുത്തിട്ട് 2-3 ദിവസം കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് അത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതും അതെല്ലാ പ്ലാന്റിനും അങ്ങനെ ചെയ്യാവുന്നതാണ്. കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് ഈ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി വേസ്റ്റും ഈ കഞ്ഞിവെള്ളത്തിൽ കൊണ്ടിടാം കേട്ടോ.
പച്ചക്കറി വേസ്റ്റോ പഴം കഴിച്ച പഴത്തിൻ്റെ തൊലി ഇതെല്ലാം ഈ കഞ്ഞിവെള്ളത്തിലിട്ട് 2-3 ദിവസം വെച്ച് പുളിപ്പിച്ച് വെച്ചിട്ട് അത് ഇരട്ടി വെള്ളം ആക്കി നമ്മൾ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ ഒരു തരത്തിലും വളമില്ല, ചാണകപ്പൊടി കിട്ടാനില്ല, എല്ലുപൊടി വാങ്ങിക്കാൻ പോകാൻ പറ്റണില്ല, നമുക്ക് പലവർക്കും പല സ്ഥിതികളാണല്ലോ വീട്ടിലെ. ചെടികൾക്ക് വേണ്ടി ഒരുപാട് പൈസ മുടക്കാനില്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയണത്. നമുക്ക് എന്തൊക്കെ ജീവിത ചെലവുകൾ അതിക്രമിച്ച് വന്നിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ചെടികൾക്ക് വേണ്ടി ഒരുപാട് കാശ് കളയണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അപ്പോൾ അങ്ങനെ ചെടികൾക്ക് വേണ്ടി പൈസ ഇടാനില്ലാത്തവർക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ പറഞ്ഞ കഞ്ഞിവെള്ളത്തിൽ അല്ലെങ്കിൽ പച്ചക്കറിയുടെ വേസ്റ്റ് അത് പുളിപ്പിച്ച് 2 ദിവസം ഇങ്ങനെ വെച്ച് പുളിപ്പിച്ചിട്ട് പിന്നെ ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുക. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ എല്ലുപൊടിയൊക്കെ ഇട്ടാൽ കുറച്ച് ഗ്രോത്ത് കൂടുതൽ കിട്ടും. അത് വേറൊരു സംഭവം തന്നെയാണ്. നമ്മുടെ വീഡിയോ കാണുന്നത് പല തരത്തിലുള്ള ആൾക്കാരല്ലേ. അപ്പോൾ എല്ലാവർക്കും അത് ഒരു പ്രയോജനമാവണ്ടേ. നമ്മൾ വലിയ കാശ് കൊടുത്ത് വാങ്ങിച്ച് വയ്ക്കുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ അതിനൊരു ഇതുണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ നീട്ടി വലിച്ച് ഇത്രയും പറഞ്ഞത്. ബോറായിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യം ചെടികൾ മാത്രമല്ലല്ലോ നമുക്ക് വലുതായിട്ടുള്ളത്, അതിന് മാത്രം പൈസ കളയാനായിട്ട്. അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പിന്നെ ഇത് മദർ പ്ലാന്റാണ്. ഇതാണ് മെയിനായിട്ട് ഇവിടുത്തെ എല്ലാ എൻജോയ് പോത്തോസിൻ്റെയും കട്ട് ചെയ്ത് വയ്ക്കാനുള്ള മദർ പ്ലാന്റ്. ഇത് ഞാനിപ്പോൾ ഒരു ചെറിയ പോട്ടിൽ റൗണ്ട് ചെയ്ത് വയ്ക്കുന്നതാണ് കേട്ടോ. ഇതിന് നല്ല പ്രായമുള്ളൊരു പ്ലാന്റാണ്. ഇത് കട്ട് ചെയ്യും, അതിൽ നിന്ന് പുതിയത് വരും, കട്ട് ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ പുറത്ത് പിടിപ്പിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ പോട്ടിങ് പറഞ്ഞിട്ടുണ്ട്, ഇതിന് ചെയ്യുന്ന ഫെർട്ടിലൈസറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ടുള്ളത് ഇത് കട്ട് ചെയ്ത് വെള്ളത്തിൽ വയ്ക്കാം. ഏറ്റവും നല്ലത് ഇത് ഓരോ നോഡിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് വെള്ളത്തിൽ വയ്ക്കണം. അത് പെട്ടെന്ന് പിടിച്ചു കിട്ടും. ഈ കാണുന്നതൊക്കെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ഒന്നിലധികം ചെടികൾ വെച്ചാലാണ് ഇങ്ങനെ തിക്കായിട്ട് വരുള്ളൂ എന്ന്. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ വയ്ക്കുമ്പോഴാണ് കേട്ടോ, മണ്ണിൽ വയ്ക്കണേക്കാളും പെട്ടെന്ന് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തൈകളൊക്കെ പെട്ടെന്ന് ആവും. എന്നിട്ട് നമ്മൾ മണ്ണിലേക്ക് നട്ടു കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ വേറെ കുറച്ച് പോത്തോസ് മണി പ്ലാന്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അതായിട്ട് അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ എൻജോയ് പോത്തോസിനെ പറ്റി. അപ്പോൾ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും അറിയാനായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ മണി പ്ലാന്റിൻ്റെ വീഡിയോയായിട്ട് വരാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.